പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനമാണ് ഇത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 3D പസിലാണ്. ഇതിൻ്റെ 35 പീസസ് ഉണ്ട്, 4 ഷീറ്റ്സും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട്, ഈ പസിൽസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു 3D ക്യാഫ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിത് പൊട്ടിച്ച് നോക്കി. അപ്പോൾ കിട്ടിയിരിക്കുന്നത് 4 ഷീറ്റുകളാണ്. എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് ക്യാസലിൻ്റെ കുറേ സൈഡ്സൊക്കെ. അപ്പോൾ ഇതാദ്യത്തെ നമ്മൾ ബാക്ക് ഉണ്ടായ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാസൽ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാം. ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. മെയിൻ പ്രശ്നം ഇൻസ്ട്രക്ഷൻസും ഇല്ല. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ ചെറിയ പസിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ പോപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയുണ്ട്, പിന്നെ ഒന്നും ഇവിടെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 2 മരങ്ങളാണ്. പക്ഷെ ഇവിടെ 1 2 3 മരമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പസില് ഇതിൻ്റെ അപ്പോൾ ഷീറ്റ് കാണിച്ചൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 3rd ഷീറ്റ്. ഫസ്റ്റ് ഷീറ്റാണ് ഈ ഷീറ്റാണ്, ഫസ്റ്റത്തെ ഷീറ്റ്. ഇതും പിന്നെ ഇതുമാണ് ഫസ്റ്റത്തെ ഷീറ്റ്. ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ബേസ് നമ്മുടെ ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്യാസൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇടയ്ക്കൊരു ഒരു ബുഷ് ഉണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ പീസ് ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഷീറ്റ് എടുക്കാം. ഫസ്റ്റ് ഷീറ്റ് നമുക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ട്, അവിടെ 5 1 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യത്തെ പീസ് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ആദ്യത്തെ പീസുകൾ. അപ്പോൾ ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിന് നമുക്ക് വെറുതെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈസി ആയിട്ട് ആദ്യം തുടങ്ങണേ. ഇപ്പോൾ ഇവിടെ 8 കണ്ടുപിടിച്ചു കേട്ടോ. അവിടെ 8 ഉണ്ട്, കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഡാർക്ക് ഗ്രീൻ കളർ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 8 നമ്പർ ഈ ബുഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പോപ്പ് ചെയ്യാം. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നല്ല തിക്കാണ് കേട്ടോ, നല്ല ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം ഇങ്ങനെ കുത്തി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാട്ടോ അതിൻ്റെ ഡ്രോയിങ് പിക്ചർ. അപ്പോൾ ഈ ബുഷാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ബേസ് കേട്ടോ. അപ്പോൾ ബേസിൻ്റെ ഇവിടെ ആയിട്ടാണ് നമ്പർ 8 വരുന്നതും. അപ്പോൾ ഇതും നമ്പർ 8 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ ഇവിടെ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. വാവ്! അപ്പോൾ ആദ്യത്തെ പസിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത നമ്പർ 3 ആണെങ്കിൽ 19 ആണ്. അപ്പോൾ ഇവിടെ 19 ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ട്രീ ആണ് കേട്ടോ ഇവിടെ വരേണ്ടത്, ഈ ട്രീ. അപ്പോൾ നമുക്ക് ഇത് പോപ്പ് ചെയ്യാം. ഇവിടെ ഹോൾ ഉണ്ടാക്കിയിട്ട് വേണം മറ്റേ ട്രീ കുത്താൻ. അപ്പോൾ ഈ ട്രീ ആണെങ്കിൽ 19 വരണം. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ട്രീൻ്റെ ഇവിടെ നമ്പർ 19 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇത് എളുപ്പമാണ്, പക്ഷെ ഡിഫിക്കൽട്ടി ഇൻഡെക്സിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് 4 സ്റ്റാറാണ്. അപ്പോൾ ഇവിടെ നല്ല ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ട്രീ, പിന്നെ ഇവിടെ ഒരു ബുഷും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇനി കുറേ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. 4 ഷീറ്റ് മുഴുവൻ ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ട്രീസും ബുഷസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3D പസിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത പീസ് 13Aയും 13B ആണ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് 13Aയും 13Bയും വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ അതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇൻസ്ട്രക്ഷൻ ഇല്ലാണ്ട് കൊണ്ട് കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ട് നമുക്ക് ഇത് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫ്രണ്ട് ഡോർ വെക്കാം. ഇതൊരു ചെറിയ ക്യാസലാണ്, 3D പസിൽ. ഇത് വെച്ച് നമുക്ക് ബാർബീസിനോട് കൊണ്ട് കളിക്കാം. അപ്പോൾ ഇതെനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്, ബോറൊന്നും അടിക്കില്ല. നമുക്ക് ഫിറ്റ് ചെയ്ത് ഇങ്ങനെ പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എൻട്രൻസ് ഡോർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതാണ് അതിൻ്റെ ബാക്ക്, പിന്നെ ഇതാണ് അതിൻ്റെ ഫ്രണ്ട്. നല്ല രസമുണ്ട് കാണാൻ.
പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടുതൽ ബാക്ക് ആയിട്ട് ഇഷ്ടമായത് നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ. പിന്നെ എനിക്ക് മനസ്സിലാവാത്തത് ഇതിനകത്ത് ഇതിൻ്റെ അകത്തൊരു ട്രീ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ ക്യാസിലിൻ്റെ അകത്തൊരു ട്രീ ഉണ്ട്. എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇനി നമുക്കിത് പകുതി ഫിറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ ക്യാസിൽ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഹാൾ ഇങ്ങനെ വലിയതാണ് കേട്ടോ. ഇവിടെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു. ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മളിങ്ങനെ കയറ്റണം. അപ്പോൾ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വരുന്നത് നല്ല പാടാണ്. അപ്പോൾ ഇതിന് മുകളിൽ ഇനി കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ പാർട്സ് ഇവിടെ ജോയിൻ ആക്കണം. പിന്നെ ഇവിടെ അപ്പം നമ്മൾ ഇവിടെയും കൂടി ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ. ഇനി നമുക്ക് മുകളിലേക്ക് പൊന്തിച്ച് ഉണ്ടാക്കാനുണ്ട്. ഇതുപോലെ ചെറിയ റൂംസായിട്ട് ഇവിടെ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ബോർഡേഴ്സൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്. നമുക്ക് ഈ ഒരു ഭാഗമുണ്ട്. പിന്നെ മരങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 more ട്രീയും കൂടി ഉണ്ട്. 2 more ട്രീയും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലെഫ്റ്റ് ഓവേഴ്സ് കിട്ടിയിരിക്കുന്നത്. കുറേ പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ പോപ്പ് ചെയ്യുന്ന കുറേ സംഭവങ്ങളാണ്. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിനകത്ത് കുറേ സാധനങ്ങൾ ഫിറ്റ് ചെയ്യണം, എന്നിട്ട് വേണം ഈ ബിൽഡിങ് വെക്കാൻ. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒരിടത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഇത് മടക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കുത്തണം. അപ്പോൾ ഇനി അടുത്ത പീസ് ഇതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫോൾഡബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇത് 4 pieces ആണ്. അപ്പോൾ ഇത് ഒരു പില്ലറാണ്. ഇങ്ങനെ അതിൻ്റെ ക്യാസലിൻ്റെ സൈഡ്സിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ആ പില്ലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് പില്ലർ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ മുഴുവൻ ഹോൾസാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കുഴപ്പമില്ല, ലെവലാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ലെവൽ സെറ്റ് ചെയ്തു. ഇനി ഒരു പില്ലറും കൂടി വെക്കണം. അത് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ കുറേ ഷീറ്റ്സ് ഉണ്ട്, ഒരു മരം കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് കാണാം. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും ഇങ്ങനത്തെ പീസ് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, ഫിറ്റ് ആവാനും പറ്റില്ല. അപ്പോൾ അതിങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത് മെയിനായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ബോർഡർ ഉണ്ടാക്കിയാൽ നമുക്ക് നമ്മുടെ ഇൻസൈഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അത് കാരണം ഞാൻ ഈ ട്രീസ് എല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മളിതിൻ്റെ അകം കാസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്യാം. അതായിരിക്കും ഭംഗിയുള്ളത്. അപ്പോൾ നെക്സ്റ്റ് പീസും ഇങ്ങനെ ഫോൾഡബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 14A-യും 14B-ൻ്റെ അകത്തും ഇവിടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഒരു കാര്യമുണ്ട്, ഞാൻ ആദ്യം ഇത് വോളാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് സ്റ്റേഴ്സാണ്. കണ്ടില്ലേ ഇവിടെ 3D സ്റ്റേഴ്സ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഫോൾഡബിൾ ആയതുകൊണ്ട് എളുപ്പമാണ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇതിവിടെ ഒരു സ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതിൽ കണ്ട ഇങ്ങനെ ഇറങ്ങിപ്പോവാം. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി വോൾസ് ഉണ്ട് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു ഹെക്സഗൺ ആ പില്ലറും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 പില്ലറാണ് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ലെവലും പിന്നെ എൻട്രൻസ് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെവലും. ഇനി ഇവിടുത്തെ 2 സൈഡ് പില്ലേഴ്സും വെക്കണം. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ 2 ഫ്രണ്ട് ഭാഗം മുഴുവൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ഫ്ലാഗ് ഇവിടെ കുത്തിയിട്ടുണ്ട്, പിന്നെ പില്ലേഴ്സും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കാസലിൻ്റെ പകുതിയും ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെവൽ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഫസ്റ്റ് സ്റ്റേഴ്സാണ്. അപ്പോൾ ഇതിന് മുകളിൽ ഇനിയും കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ 2 എൻട്രൻസ്, 2 പില്ലറും എൻട്രൻസും, പിന്നെ ഇതിൻ്റെ സ്റ്റെപ്സും, പിന്നെ ഈ ബാക്കിലൊരു പില്ലറ്. അപ്പോൾ ഏകദേശമൊക്കെ ഇതിൻ്റെ പോലെ ഈ ഒരു പടത്തിൻ്റെ പോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മുകളിലത്തെ ഫ്ലോറും ശരിയാക്കിയിട്ടുണ്ട്. ഇവിടെ റൂഫും പിന്നെ 4 പില്ലേഴ്സാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ്
ലാസ്റ്റത്തെ ഫൈനലായിട്ട് ഒരു ഫ്ലാഗും കൂടി വെക്കാം. അപ്പം നമ്മളുടെ കാസിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രീസും കൂടി വെക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു ബുഷ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ട്രീ വെക്കണം. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ഫ്ലവർ പ്ലാന്റ് വെക്കാം ഇവിടെയും. പിന്നെ 29 ലാസ്റ്റ് ട്രീയും കൂടി വെക്കാം കേട്ടോ. അത് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കാസിൽ. അപ്പോൾ ഇതിൻ്റെ അകം നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രീ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റേഴ്സ് ഉണ്ട്. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഫിറ്റ് ചെയ്യാൻ, നമ്പേഴ്സ് ഉള്ള കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ അടിപൊളി കാസിൽ ഉണ്ടാക്കിയ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി പിന്നീട് കാണാം. അനന്ത് ബൈ.